സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും അവളെ വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവുകളായി കണക്കാക്കാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. എന്തായാലും കോടതി വിധികൾ അംഗീകരിക്കണം, അതിനെ ബഹുമാനിക്കണമെന്ന നിയമവ്യവസ്ഥിതികൾ നിലവിലുള്ള രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിലും പറയാതെ നിർവാഹമില്ല. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ എതിർക്കപ്പെടേണ്ട പരാമർശം തന്നെയാണ് അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. എന്തായാലും ഈ പരാമർശം രാജ്യമെമ്പാടും വലിയ വിവാദമാവുകയാണ്. അതിനൊപ്പം തന്നെ നിയമവിദഗ്ധരിൽ പോലും ഇത് ഞെട്ടലായി മാറിയെന്നതാണ് സത്യം. എന്തായാലും ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് പ്രോസിക്യൂഷൻ എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. ഇപ്രകാരം, അതായത് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ബലാത്സംഗ ശ്രമങ്ങളായി പോലും കണക്കാക്കാനാവില്ല എന്നാണ് കോടതിയുടെ പരാമർശം. അതിനാൽ പ്രതികൾക്ക് മേൽ ബലാത്സംഗ ശ്രമ കുറ്റങ്ങൾ ചുമത്താനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ വിവാദ പരാമർശം. 2 യുവാക്കൾക്കെതിരെ കീഴ്ക്കോടതി ചുമത്തിയ പോക്സോ കേസിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പവൻ, ആകാശ് എന്നിവർക്കെതിരെ ബലാത്സംഗം, പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. 2021 സംഭവം നടന്നത്. ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയ ഇരുവരും അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. സംഭവം നടന്ന സ്ഥലത്തുകൂടി പോയ ഒരാളാണ് പെൺകുട്ടിയെ രക്ഷിച്ചതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ സമൻസ് അയച്ച കീഴ്ക്കോടതി നടപടിയെ ചോദ്യം ചെയ്താണ് യുവാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ബലാത്സംഗം തെളിയിക്കാൻ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണെന്നും ബലാത്സംഗ ശ്രമവും തയ്യാറെടുപ്പും വ്യത്യസ്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബലാത്സംഗ ശ്രമം കുറ്റാരോപിതർക്ക് മേൽ ചുമത്തണമെങ്കിൽ അവർ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടു പോയെന്ന് വാദിഭാഗം തെളിയിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് നാരായൺ മിശ്ര ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ നിയമ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. ഈ ഒരു കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോയാൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടും അതിനിർണായകമാകും. ഉത്തർപ്രദേശിൽ പവൻ, ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ച് വലിക്കുകയും പിന്നീട് സമീപത്തെ കലിങ്കിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളും വിചാരണ നേരിടണമെന്ന് കീഴ്ക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം. ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതോ കലിങ്കിനടുത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതോ ബലാത്സംഗ ശ്രമമായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പ്രതി കലിങ്കിനടുത്തേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയെന്നതിനാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയെന്നോ വസ്ത്രം അഴിച്ചു മാറ്റിയെന്നോ സാക്ഷികൾ പറഞ്ഞിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ല എന്നും കോടതി വ്യക്തമാക്കി. ഭാര്യയ്ക്ക് 18 വയസ്സോ അതിനു മുകളിലോ ആണ് പ്രായമെങ്കിൽ ഭർതൃബലാത്സംഗം കുറ്റകരമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധിയും ഇതേ ജഡ്ജിയുടേതായിരുന്നു. 2023 ഈ വിധി. ഈ ഒരു പരാമർശം, അതായത് ഈ ഒരു വിധിയും നിയമം പൗരസുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് കൂടി പഠിപ്പിക്കുന്നൊരു നിയമവ്യവസ്ഥിതിയുള്ള രാജ്യത്തെ ഒരു ജസ്റ്റിസ് നടത്തിയ ആ പരാമർശവും പൊതുസമൂഹമടക്കം ഏറെ ചർച്ച ചെയ്തതാണ്. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നാരോപിച്ച് ഭാര്യ നൽകിയ കേസിൽ ഭർത്താവിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിലായിരുന്നു കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഭർതൃബലാത്സംഗം ഇന്ത്യയിൽ ഇതുവരെ കുറ്റകരമാക്കിയിട്ടില്ലെന്നും ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര ആ ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നു. ഭാര്യയ്ക്ക് 18 വയസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ വൈവാഹിക ബലാത്സംഗം ശിക്ഷിക്കാൻ തക്കതായ കുറ്റമല്ലെന്നും സുപ്രീം കോടതി ഇതിൽ തീരുമാനമെടുക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. 377 വകുപ്പ് പ്രകാരമുള്ള പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വൈവാഹിക ബന്ധത്തിൽ സ്ഥാനമില്ലെന്നും മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മുൻകാല വിധി ചൂണ്ടിക്കാട്ടി അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. വിവാഹ ജീവിതം ദുരിതപൂർണമാണെന്നും വാക്കുകൾ കൊണ്ടും ശാരീരികമായും ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുകയാണെന്നുമായിരുന്നു ഭാര്യയുടെ പരാതി. ബലം പ്രയോഗിച്ച് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നും ഭാര്യയുടെ പരാതിയിൽ ഉണ്ടായിരുന്നു. IPC 377 പ്രകാരമുള്ള കുറ്റങ്ങളിൽ നിന്ന് ഭർത്താവിനെ കുറ്റമുക്തനാക്കിയെങ്കിലും 498A 323 വകുപ്പുകൾ പ്രകാരം ഭർത്താവിനെ കോടതി ശിക്ഷിച്ചു. ഭർതൃബലാത്സംഗം കുറ്റകരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഭർതൃബലാത്സംഗം കുറ്റകരമാക്കുന്നത് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്.
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ജഡ്ജിയുടെ പരാമർശം തള്ളിയ അലഹബാദ് ഹൈക്കോടതി വിധിയിലൂടെ ശ്രദ്ധേയനായ ജഡ്ജി കൂടിയാണ് റാം മനോഹർ നാരായൺ മിശ്ര. ജഡ്ജിമാർ ഉത്തരവുകളിൽ വ്യക്തിപരമായ കാര്യങ്ങളോ മുൻവിധിയോ പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ 2024 വിധിയും ഏറെ ചർച്ചയായിരുന്നു. അഡീഷണൽ സെഷൻസ് ജഡ്ജി രവികുമാർ ദിവാകർ പുറപ്പെടുവിച്ച ഉത്തരവിൽ രാഷ്ട്രീയവും വ്യക്തിപരമായ വീക്ഷണങ്ങളും അടങ്ങുന്ന അനാവശ്യ പ്രസ്താവനകൾ ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി ഉത്തരവുകൾ പൊതു ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. ഇത്തരം ഉത്തരവുകൾ ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രസ്താവനകൾ വേണം ജഡ്ജിമാർ നടത്തേണ്ടത്. അതിനാൽ തന്നെ ഉത്തരവിന്റെ പേജ് 6 അവസാന ഖണ്ഡികയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നും ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര ഉത്തരവിട്ടതും ഏറെ ചർച്ചയായിരുന്നു. മതനേതാവ് സംസ്ഥാനത്ത് അധികാര കസേരയിൽ ഇരിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നായിരുന്നു ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ അഡീഷണൽ ജില്ലാ ജഡ്ജി രവികുമാർ ദിവാകർ ഉത്തരവിൽ പറഞ്ഞത്. 2010 ബറേലിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായ മൗലാന തൗക്കീർ റസാഖിന്റെ വിചാരണക്കിടയിലായിരുന്നു ജഡ്ജിയുടെ നിരീക്ഷണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പാർലമെന്റിനകത്ത് പോലും സജീവ ചർച്ചയാകാൻ സാധ്യതയുള്ള അത്രമേൽ ഗൗരവമുള്ള ഒരു വിവാദ പരാമർശമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പ്രോസിക്യൂഷൻ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമോ? അങ്ങനെ സംഭവിച്ചാൽ സുപ്രീം കോടതി ഈ കേസിലെടുക്കുന്ന നിലപാട് എന്താകും എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.